നമസ്കാരം. ഇന്നലെ ഒരു സായാഹ്നം അവസാനിച്ചപ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുന്ന, ഏതൊരു ഭാരതീയനും ഒരുപക്ഷെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിച്ച നമ്മളുടെ ഒരു ഗുസ്തി താരം, കായിക താരം സാക്ഷി മാലിക് ഇന്നലെ ബൂട്ട് അഴിച്ച് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തോടുള്ള തൻ്റെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ഇനി മേലിൽ താൻ ഈ ഒരു കായിക രംഗത്തേക്ക് ഇല്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് അവർ തൻ്റെ രാജി അറിയിച്ചത്. ഒരു പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ ഓരോ ഭാരതീയരും നമ്മുടെ ഇത്തരത്തിലുള്ള കായിക താരങ്ങൾ, കലാകാരന്മാർ, ചലച്ചിത്രകാരന്മാർ, നിരവധി ആൾക്കാർ നമുക്ക് അഭിമാനിക്കാം. ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്താൻ നമുക്ക് ഒരുപാട് താരങ്ങൾ നമ്മുടെ അഭിമാനമായി നമുക്ക് മുന്നിലുണ്ട്. അവരിൽ ഒരാളാണ് സാക്ഷി മാലിക് എന്ന ഈ ഗുസ്തി താരവും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കപിൽ ദേവ്, സച്ചിൻ തെണ്ടുൽക്കർ, സുനിൽ ഗാവസ്കർ അങ്ങനെ തുടങ്ങി നിരവധി കായിക താരങ്ങൾ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചവരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാക്ഷി മാലിക്കും ആ ഗണത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരാണ്. കലാകാരന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ചലച്ചിത്രകാരന്മാർ, പിന്നണി ഗായകർ, അങ്ങനെ നിരവധി കലാകാരന്മാർ മാറ്റുരയ്ക്കുകയും അവരുടെയൊക്കെ അഭിമാനം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അഭിമാനം അവരുടെ ശ്രമം കൊണ്ട് വാനോളം ഉയർത്തുകയും ചെയ്തിട്ടുള്ള താരങ്ങൾ തന്നെയാണ്. അതിനിടയിലാണ് ഈ ഒരു വാർത്ത നമ്മുടെയൊക്കെ ഇടയിലേക്ക് എത്തിപ്പെട്ടത്. എന്താണ് ഇങ്ങനെയൊരു കടുങ്കൈ സാക്ഷി മാലിക് എന്ന ഒരു വനിതാ ഗുസ്തി താരം ചെയ്യാനുണ്ടായ ഒരു കാരണം? ഈ കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ നമ്മുടെ നടന്നു പോകുന്ന വർഷം 2023 തുടക്കം മുതൽ തന്നെ കായിക താരങ്ങൾ, നമ്മുടെ ഗുസ്തി താരങ്ങൾ എല്ലാവരും തന്നെ ജന്തർ മന്ദറിൽ സമരമിരുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് BJPയുടെ ഒരു പ്രമുഖ MP ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന അദ്ദേഹം ഗുസ്തി ഫെഡറേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിരുന്നു, അധ്യക്ഷനായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഒരിക്കലും കായിക താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. പ്രായം കുറഞ്ഞ, അല്ലെങ്കിൽ ഒരുപക്ഷെ പോക്സോ കേസ് വരെ നിലനിന്നേക്കാവുന്ന തരത്തിലുള്ള പ്രായമുള്ള നമ്മുടെ ഗുസ്തി താരങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് അതിക്രമങ്ങളാണ്, പീഡനങ്ങളാണ്, ലൈംഗിക പീഡനങ്ങളാണ്, അങ്ങനെ നിരവധി പരാതികൾ അദ്ദേഹത്തിന് എതിരെ ഉയർന്നിട്ടുണ്ട്. അന്ന് ഇതിനെതിരെ, അയാൾക്കെതിരെ, അതായത് ഈ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന കൈസർഗഞ്ചുകാരനായ MP-ക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കായിക താരങ്ങൾ, അല്ലെങ്കിൽ ഗുസ്തി താരങ്ങൾ എല്ലാവരും തന്നെ അവിടെ ജന്തർ മന്ദറിൽ സമരം ഇരുന്നത്. ആ സമരം നീണ്ടുപോയ സമയത്ത് അനുരാഗ് സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന നമ്മളുടെ കായിക മന്ത്രി ഇതിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ അവരോട് പറഞ്ഞു. അങ്ങനെ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ വാഗ്ദാനങ്ങളും ഒന്നും ഒരിടത്തും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. നമ്മുടെ കായിക താരങ്ങളാണ്, നമ്മളുടെ അഭിമാന താരങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ, ഇതൊക്കെ തിരിച്ചറിയാതെയാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ അവർക്ക് വെറുതെ ഒരു വാഗ്ദാനം മാത്രം നൽകിക്കൊണ്ട് മാറി നിന്നത്. നമ്മുടെ കായിക താരം PT ഉഷ അടക്കമുള്ളവർ അവിടെ എത്തി അവരുമായി സംസാരിക്കുക. പക്ഷേ അവരോടൊക്കെ വളരെ മോശമായ രീതിയിൽ, കാരണം ഇതുവരെ ഒരു പ്രവർത്തനങ്ങൾ പോലും അവർക്ക് അനുകൂലമായി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ ഗുസ്തി താരങ്ങൾ എങ്ങനെയാണ് തങ്ങളെ നോക്കിക്കാണാൻ വരുന്ന ഭരണപക്ഷത്തിരിക്കുന്നവരെ കാണുക? പ്രധാനമന്ത്രി ഒരു തവണ പോലും അവിടെ ചെന്നില്ല എന്നവർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവർക്കെതിരെ, എന്നാൽ ഇവരുടെ കണ്ണടപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ വായടപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ നീക്കങ്ങൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 20-ലധികം കേസുകളാണ് അയാൾക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടത്. അതിൽ വളരെ കുറച്ച് നാമമാത്രമായ എണ്ണം കേസുകളിൽ മാത്രം അദ്ദേഹത്തിനെതിരെ FIR ഇട്ടു. കേസന്വേഷണം എങ്ങും എത്തിയില്ല. FIR ഇട്ടു എന്നുള്ളതല്ലാതെ അതിനെതിരെ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിലെ മറ്റൊരു കാര്യം. ഇപ്പോഴെന്തുകൊണ്ടാണ് സാക്ഷി മാലിക് എന്ന ഗുസ്തി താരം, നമ്മുടെ വനിതാ ഗുസ്തി താരം എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട്ടുമാറുന്നത്, അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും പിന്നിലേക്ക് പോകാൻ എന്താണ് കാരണം? ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് എന്ന മുൻ അധ്യക്ഷൻ സ്ഥാനമൊഴിയുമ്പോൾ അവിടെ മറ്റൊരാളെ സ്വാഭാവികമായും പ്രതിഷ്ഠിക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സഞ്ജയ് കുമാർ സിംഗ് എന്നൊരാളാണ് ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്ക്, അല്ലെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം, നോമിനേറ്റ് ചെയ്തവരെല്ലാം വിജയിക്കുകയും ചെയ്തു. അന്ന് ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിജ് ഭൂഷൺ ശരൺ സിംഗോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ ആരായിരുന്നാലും
ആര് മത്സരിച്ചിരുന്നാലും അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരുന്നാലും ഇവർ തുടർന്ന് ഈ നടപടി സ്വീകരിക്കും എന്നത് തന്നെയായിരുന്നു നമ്മുടെ വനിതാ ഗുസ്തി താരങ്ങളുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സഞ്ജീവ് കുമാർ സിംഗ് എന്ന ഒരു വ്യവസായ പ്രമുഖൻ ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നത്. അദ്ദേഹവും ഈ പറയുന്ന പോലെ തന്നെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഈ കായിക മത്സരത്തെക്കുറിച്ചോ അല്ല കായികത്തെക്കുറിച്ചോ ഒക്കെ അറിയാവുന്ന പലരും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ, ഗുസ്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കായിക മത്സരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കായിക ഇനത്തെക്കുറിച്ചോ ധാരണയുള്ളവരായിരിക്കണം ഇതിന്റെ തലപ്പത്തേക്ക് വരേണ്ടത് എന്നുള്ള പിടിവാശി അവർക്കുണ്ടായിരുന്നു. തങ്ങളെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലെയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ലോക്സഭ MP ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ ഭരണകൂടത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ഒരു വസ്തുത. ഇത് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഏകദേശം ഒരു വർഷക്കാലത്തോളം തെരുവിൽ ഇരുന്നു കൊണ്ട് സമരം ചെയ്യുകയായിരുന്നു അവർ. ഒടുവിൽ അവരുടെ സമരപ്പന്തൽ പൊളിച്ച് നീക്കിക്കൊണ്ടാണ് ഭരണകൂട ഭീകരത എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിൽ അവരെ തഴഞ്ഞത്, അവരുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ നിരാകരിച്ചത് എന്ന് നമുക്ക് കാണേണ്ടി വരും ഈ ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. നമ്മുടെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിപ്പിടിക്കാൻ തയ്യാറെടുത്ത് പകലന്തിയോളം പണിയെടുത്ത് ഭയങ്കര കഠിനമായ പ്രയത്നത്തിലൂടെ നമുക്കറിയാം ഏതൊരു കായിക മത്സരത്തിൻ്റെയും അതിൽ വിജയിക്കുന്നതിൻ്റെ പ്രധാന അടിത്തറ എന്ന് പറയുന്നത് ശരീരവും മനസ്സും എല്ലാം തന്നെ ഇതിനുവേണ്ടി പ്രാപ്തമാക്കിയെടുക്കുക എന്നുള്ളതാണ്. ശാരീരികമായി പ്രാപ്തി നേടണം, അതിനുവേണ്ടി കഠിനമായ അഭ്യാസം ആവശ്യമാണ്, കഠിനമായ പരിശീലനം ആവശ്യമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ കായിക താരങ്ങളും നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുന്നത്. അവരെയാണ് ഒരു പുൽവർഗത്തിൻ്റെ പോലും പരിഗണന നൽകാതെ അവരെ ഈ രീതിയിൽ മാനസികമായും ശാരീരികമായും ലൈംഗികമായും ഒക്കെ പീഡിപ്പിച്ച ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭരണകൂടം നിൽക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത്? പിന്നെ നമ്മൾ എത്രത്തോളം നമ്മളുടെ യശസ് നമ്മൾ വാനോളം ഉയർത്തി എന്ന് പറഞ്ഞാലും നമ്മുടെ കൂടപ്പിറപ്പുകളെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഈ താരങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണകൂടമാണ് നമ്മളുടേത്? പിന്നെ എന്ത് സംരക്ഷിക്കാനാണ് നമ്മൾ നിലകൊള്ളേണ്ടത്? നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനിടയിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള, പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ളവർ, കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരൊക്കെ അവിടെ ചെന്നിരുന്നു. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുക മാത്രമായിരുന്നു ചെയ്തത്. ഇനിയിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ സമയത്ത് പോലും അല്ലെങ്കിൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി ഇവർക്ക് പിന്നാലെ ഓടിക്കൂടും. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ചെറുതായി ഒടുവിൽ ചെറിയൊരു കോളം വാർത്തയിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു കായിക താരങ്ങൾക്ക്, വനിതാ കായിക താരങ്ങൾക്ക് ഉണ്ടായ ഒരു പ്രശ്നത്തിന് പോലും പരിഹാരം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ സമരം പന്തൽ പൊളിച്ച് അവരെ അവിടുന്ന് ഒഴിവാക്കി വിടുകയാണ് ഉണ്ടായത്. ഒടുവിൽ അവരുടെ എല്ലാം ആഗ്രഹങ്ങളും അവരുടെയൊക്കെ സ്വപ്നങ്ങളും എല്ലാം തല്ലി തകർത്തുകൊണ്ട് അവരെ അവരുടെ കളിക്കളത്തിൽ നിന്ന് തിരിച്ചു കയറാൻ വരെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഭരണകൂടം. ഇതൊന്ന് കണ്ട് നമുക്ക് ഇരിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലാണ് ഇനിയും ഉള്ള കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ നമ്മുടെ കായിക താരങ്ങൾ, വനിതാ കായിക താരങ്ങൾ എസ്പെഷ്യലി പ്രത്യേകമായി എടുത്തു പറയേണ്ടത് അവരെയാണ്. കായിക താരങ്ങളെല്ലാം തങ്ങളുടെ ബൂട്ടുകൾ അഴിച്ചു വെച്ച് പരിശീലനത്തിൽ നിന്ന് പിന്മാറി കളിക്കളത്തിൽ നിന്ന് കയറേണ്ട ഒരു ദുർവിധി നമ്മുടെ നാടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്.